ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അനുദിനം നാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി ജീവിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ടാണോ ജീവിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് ആലോചനയൊക്കെ ചോദിക്കാറുണ്ടോ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കൺഫ്യൂഷൻ തോന്നുമ്പോൾ പരിശുദ്ധാത്മാവെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നാം നിരന്തരം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി നാം മാറും. പരിശുദ്ധാത്മാവിനാൽ നിറയാനായി 3 വഴികളെക്കുറിച്ച് നാം പഠിച്ചു. ആദ്യത്തേത് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നത് വഴിയാണ് ആത്മാവിനാൽ നാം നിറയപ്പെടുക. രണ്ടാമത്തേത് ദാഹത്തോടെയുള്ള പ്രാർത്ഥന വഴിയാണ് ആത്മാവിൻ്റെ നിറവിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക. നമ്മൾ പഠിച്ചു ലൂക്ക 11-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നാണ് വചനം പറയുന്നത്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് നിർത്തുന്നവർക്കല്ല പരിശുദ്ധാത്മാവിനെ ലഭിക്കുക, മറിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പേഴ്സണൽ പ്രയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചത്. നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥന ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ മക്കൾ ഇന്ന് തന്നെ അത് തുടങ്ങാനായിട്ടുള്ളൊരു പരിശ്രമം തുടങ്ങണം കേട്ടോ. ഇന്ന് നമ്മൾ 3-ാമത്തെ മാർഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതായത് വചനം പഠിക്കുക, കേൾക്കുക, അനുസരിക്കുക. അതുവഴിയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യം നമുക്ക് ലഭ്യമാകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. കൽപ്പന എന്ന് വെച്ചാൽ അവിടുത്തെ വചനമാണ്. അതായത് വചനം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവാത്മാവ് നമ്മിൽ വസിക്കുക. വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഈശോ വീണ്ടും പറഞ്ഞു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23. വചനം നമ്മളിൽ നിറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിലായിരിക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കും. പിശാച് നമ്മളിൽ നിന്ന് ഓടി അകലും. വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ അതുവഴി നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, വചനം നിറയാനുള്ള വഴി എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. അതിനുള്ള ഏറ്റവും എളുപ്പ വഴി പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഒരു ഡയറിയോ ബുക്കോ എടുത്ത് നമ്പറിട്ട് ഒരു വചനം അതിൽ ഓരോ ദിവസവും എഴുതുക. എന്നിട്ട് ആ വചനം കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ആ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ആ വചനം പറഞ്ഞു നോക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ വചനം നമ്മളിൽ നിറയുമ്പോൾ ധാരാളം വചനങ്ങൾ ദിവസം കഴിയും തോറും നമ്മളിൽ നിറഞ്ഞു വരും. അങ്ങനെ നമ്മൾ ഒത്തിരി ശക്തിപ്പെടുകയും നമ്മൾക്ക് ആത്മാവിൽ സഹായിക്കപ്പെടുന്ന അനുഭവം ലഭിക്കുകയും ചെയ്യുന്നു. എനിക്കറിയാവുന്നൊരു മോനുണ്ട്. അവന് 12-ാമത്തെ വയസ്സിൽ ഇപ്രകാരം ദിവസവും വചനം എഴുതാൻ തുടങ്ങിയതാണ്. ഇന്ന് അവന് 22 വയസ്സുണ്ട്. ഇന്നും അവനത് തുടരുകയാണ്. ഇതുവരെ ഞാൻ കഴിഞ്ഞ ദിവസം അവനുമായിട്ട് സംസാരിച്ചപ്പോൾ 4419 വചനങ്ങൾ അവൻ എഴുതി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവൻ എനിക്ക് അയച്ചും തന്നു. അവൻ പഠിക്കാൻ പുറത്തു പോയപ്പോഴും
ജോലിക്ക് വിദേശത്ത് പോയപ്പോഴുമൊക്കെ ആ ഡയറി, ഇപ്പം 3 ഡയറി അവൻ്റെ കയ്യിലുണ്ട്. ആ ഡയറി അവൻ കൊണ്ടുപോകും. കിടക്കുന്നതിന് മുമ്പ് ഒരു വചനം എഴുതും. അതുവഴി പഠനത്തിലും ജോലിയിലും അവന് ഒത്തിരി അനുഗ്രഹം കിട്ടിയതായിട്ട് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. വചനത്തെക്കുറിച്ച് ഈശോ യോഹന്നാൻ 6:63 ഇപ്രകാരമാണ് പറയുന്നത്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വചനം നമ്മിൽ നിറയുമ്പോൾ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നു. ഈശോയ്ക്കുണ്ടായ പ്രലോഭനത്തെക്കുറിച്ച് മത്തായി 4-ലും മർക്കോസ് 1-ലും ലൂക്കാ 4-ലും പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈശോ വചനം പറഞ്ഞാണ് പ്രലോഭനത്തെ അതിജീവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭയമുണ്ടാവുമ്പോൾ, ആകുലത വരുമ്പോൾ, ധൈര്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ അതനുസരിച്ച് വചനം ഏറ്റു പറയുമ്പോൾ ഭയവും ആകുലതയുമൊക്കെ വിട്ടുപോകുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയെ കുറേ കൂടെ സ്നേഹിക്കാം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഈശോയുടെ വചനം വായിക്കുക, പഠിക്കുക, അനുസരിക്കുക എന്നതാണ്. ഈശോയ്ക്ക് അനുദിനവും നമ്മുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കും. അതിനുള്ള ഒരു പരിശ്രമം ഈ പുതിയ അധ്യയന വർഷം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ കർത്താവ് നമ്മെ കൂടുതൽ വിശുദ്ധിയിലും സന്തോഷത്തിലും നയിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.